നിങ്ങൾക്ക് ഏറ്റവും മികച്ച എംപ്ലോയീസിനെ കിട്ടണമെങ്കിൽ അത്തരം എംപ്ലോയീസിനെ നിങ്ങൾ ആദ്യം ഡിസർവ് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ അർഹിക്കേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ കൾച്ചർ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടോ, സാലറി മെച്ചപ്പെടുത്തേണ്ടതുണ്ടോ, ഇൻസെൻറ്റീവ് മെച്ചപ്പെടുത്തേണ്ടതുണ്ടോ, അത്തരത്തിലുള്ള എംപ്ലോയീസിന് വേണ്ട ക്രിയേറ്റീവ് ഫ്രീഡം നിങ്ങളുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരേണ്ടതുണ്ടോ, ഓട്ടോണമി ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടോ, എന്താണോ വേണ്ടത് അത് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് ഏറ്റവും മികച്ച എംപ്ലോയീസിനെ ഡിസർവ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങളുടെ സ്ഥാപനം എന്നത് അവർ അറിയേണ്ടതുണ്ട്, പൊട്ടൻഷ്യൽ എംപ്ലോയീസ് അറിയേണ്ടതുണ്ട്. പൊതുവെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടന്റ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആഡ്, അതിന് സിമിലർ ആയിട്ടുള്ള രൂപത്തിൽ ഏറ്റവും മികച്ച എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാനുള്ള ക്യാമ്പയിൻസും നിങ്ങൾ റൺ ചെയ്യേണ്ടതുണ്ട്. കസ്റ്റമേഴ്സിനോടുള്ള കമ്മ്യൂണിക്കേഷനിൽ പോലും ചിലപ്പോൾ നിങ്ങൾ ഏത് തരം സ്ഥാപനമാണ് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അക്കൂട്ടത്തിൽ നിന്ന് പൊട്ടൻഷ്യൽ എംപ്ലോയീസിനെ നിങ്ങൾക്ക് കിട്ടാം. ആദ്യഘട്ടം നിങ്ങൾ ഏറ്റവും മികച്ച എംപ്ലോയീസിനെ ഡിസേർവ് ചെയ്യുക, രണ്ടാം ഘട്ടം ഏറ്റവും മികച്ച എംപ്ലോയീസിനെ ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മൂന്നാമത്തെ ഘട്ടമാണ് ഹയറിങ്ങിൻ്റെ പ്രോസസ്സ്. പല സ്റ്റേജുകളായിട്ടുള്ള ഇൻ്റർവ്യൂ ചെയ്യുക, ആളുകളെ സെലക്ട് ചെയ്യുക, അപ്പോയിൻറ്റ് ചെയ്യുക, ഇൻഡക്ഷൻ നടത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന് ശേഷമാണ് വരുന്നത്. പല സ്ഥാപനങ്ങളും ഈ മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്, അതിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്.